എന്തുകൊണ്ടാണ് ഞങ്ങൾ ശല്യക്കാരായത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആ പദപ്രയോഗത്തെ വളരെ സ്വാഗതാർഹമെന്ന് ഞാൻ പരാമർശിക്കുവാൻ കാരണം. നമുക്കറിയാമല്ലോ, ഉദാഹരണം നിങ്ങൾക്കെടുക്കാം. പ്ലാച്ചിമടയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശക്തമായി ഇടപെടലുകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ പ്ലാച്ചിമടയിൽ സോളിഡാരിറ്റി നടത്തിയ ഇടപെടൽ ഈ രാജ്യത്തെ കുത്തക കമ്പനിക്ക് ശല്യമായിരുന്നു, ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്ക് ശല്യമായിരുന്നു. പക്ഷേ നിങ്ങൾ അറിയേണ്ടതുണ്ട്, 6 കൊല്ലക്കാലമായി കുടിവെള്ളത്തിന് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാച്ചിമടയിലെ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇടപെടൽ അവർക്ക് അനുഗ്രഹത്തിന്റെ പേമാരിയായിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് വിസ്മരിക്കുക സാധ്യമല്ല. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശല്യക്കാരായ മേഖലകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ കൃത്യമായി വിലയിരുത്തേണ്ടതാണ്. മൂലമ്പള്ളിയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇടപെടൽ അധികാരി വർഗത്തിന്റെ ശല്യമായിരുന്നു. അതുപോലെ തന്നെ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ കുത്തകളെ പ്രതിനിധീകരിക്കുന്നവർക്ക് ശല്യമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കുടിലുകളിൽ നിന്ന് പുറത്തെറിഞ്ഞ ജീവിതം വഴിയാധാരമായി മാറിയ ആ രാജ്യത്തെ ആ പ്രദേശത്തെ മൂലമ്പള്ളി നിവാസികൾക്ക് ഒരു ഘട്ടത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇടപെടൽ ആശ്വാസത്തിന്റെ, കഴുകലിന്റെയും തലോടലിന്റെയും ഇളങ്കാറ്റായി മാറിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് വിസ്മരിക്കുക സാധ്യമല്ല. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും അവസാനം ചെങ്ങറയിലും സോളിഡാരിറ്റി ശല്യമാണ്. നമുക്കറിയാമല്ലോ, ഈ രാജ്യത്ത് ജനകീയ സമരങ്ങളിലൂടെ അധികാരത്തിലെത്തിയ ഒരു ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ജനകീയൻ എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പോലും ഹാരിസൺസിന്റെ 1 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ചുകൊണ്ടാണ് ചങ്ങരയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ നിരുത്തരവാദപരമായ പ്രസ്താവന ഇറക്കുമ്പോൾ, ചങ്ങരയിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി കേരളക്കരയുടെ മുഖമൂലകളിൽ കടന്നു ചെന്നുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ ഈ രാജ്യത്തുള്ള ജനവിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് വിഭവ സമാഹരണം നടത്തി അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഉപരോധത്തെ ലംഘിക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തോട് ആദർശത്തിന്റെ അടിത്തറകളിൽ നിന്ന് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അത് ഭരണകൂടത്തിന്റെ ശല്യമായിരുന്നു, ഹാരിസൺസിന് ശല്യമായിരുന്നു. നമുക്കറിയാം, 30 ലക്ഷത്തോളം ജനവിഭാഗം ഈ കേരളക്കരയിൽ ഇപ്പോഴും ഭൂമിക്ക് വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ്. അതേസമയം കേരളക്കരയിൽ ഈ രാജ്യത്തെ ടാറ്റയ്ക്ക് ഭൂമിയുണ്ട്, അതുപോലെ തന്നെ ഹാരിസൺസിന് ഭൂമിയുണ്ട്. ഒരു ഭാഗത്ത് പാവപ്പെട്ട ജനവിഭാഗത്തിന് നിൽക്കുവാൻ അല്ല ജീവിക്കുവാൻ ഒരു തുണ്ട് ഭൂമി എന്ന് പറയുന്നത് സ്വപ്നമായി മാറുകയും, മറുഭാഗത്ത് കുത്തകകൾക്ക് ഈ രാജ്യത്തെ ഭൂമി വീതം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന അധികാരി വർഗത്തോട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, അത്തരത്തിൽ ശല്യക്കാരായി തന്നെ തുടരുക എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ യുവസാഗരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. അഥവാ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ അധികാരി വർഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക സാമ്രാജ്യത്വത്തിന്റെയും അതുപോലെ തന്നെ മുതലാളിത്ത മൂലധന ശക്തികളുടെയും താല്പര്യത്തിനു വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ കുത്തകകൾക്കെതിരെയുള്ള സമരത്തിൽ സോളിഡാരിറ്റി ഏറെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ രാജ്യത്ത് സോളിഡാരിറ്റി അണിനിരത്തിക്കൊണ്ടിരിക്കുന്നത് വിപ്ലവ യൗവനത്തെയാണ്. പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൂല്യവത്തായ അടിത്തറയിൽ വളർത്തിയെടുക്കപ്പെട്ട ഒരു വിപ്ലവ യൗവനത്തെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കേരളം ഇന്ന് മധ്യക്കടലാണ്. ലഹരിയാണ് കേരളത്തിന്റെ മുഖ്യ ഉപഭോഗ വസ്തു. നമുക്കറിയാം, മുഖ്യമായിട്ട് യുവാക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇതേ കടൽ തീരത്ത് തന്നെ, ഇതേ കടപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് കാലുറക്കാത്ത യൗവനത്തെയായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന കാലുറക്കാത്ത യുവാക്കളെയല്ല സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിന്റെ അടിത്തറകളിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, 2008 മെയ് മാസത്തിൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ യുവജന പ്രസ്ഥാനങ്ങളെ മുഴുവൻ വേദിയിൽ അണിനിരത്തിക്കൊണ്ട് യൂത്ത് ഫോറത്തിന്റെ യോഗത്തിൽ സംസാരിച്ചു. ആ യോഗത്തിൽ വെച്ചിട്ട് യൂത്ത് ഫോറത്തിന്റെ യോഗത്തിൽ ഈ രാജ്യത്ത് മുഖ്യധാര യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ലീഡർമാരിയ്ക്കുന്നിടത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ യുവാക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ടുകൊണ്ട്
കേരളത്തിലെ യുവാക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ യുവാക്കൾ രാവിലെ കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിച്ച, അവർ ലോട്ടറി ടിക്കറ്റ് എടുത്ത, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ട, ഏറ്റവും അവസാനം ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഒരു യുവജന പ്രസ്ഥാനത്തിനും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വന്ധ്യവയോധികനായ മുഖ്യമന്ത്രിയോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, ആ പറയപ്പെട്ട കൂട്ടത്തിൽപ്പെടാത്ത, മദ്യത്തിനടിപ്പെടാത്ത, മയക്കുമരുന്നിനടിപ്പെടാത്ത, ലോട്ടറി ടിക്കറ്റിന് ക്യൂ നിൽക്കാത്ത മൂല്യവത്തായ ഒരു യുവതയെ താങ്കളുടെ പിന്നിൽ കാണുന്നില്ല എങ്കിൽ ഈ കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു വലിയ യുവസാഗരം ആ അർത്ഥത്തിൽ കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടി യോഗങ്ങളിലേക്ക് വരുമ്പോൾ മദ്യപിക്കരുത് എന്ന് സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, എവിടെയാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്ന് ചൂതാട്ടത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, മദ്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഈ രാജ്യത്ത് ഒരു കക്ഷിക്കും അധികാരമില്ല. നിങ്ങൾക്കറിയില്ലേ, സ്വന്തം പാർട്ടി സമ്മേളനത്തിലേക്ക് വരുമ്പോൾ സർക്കുലർ വിട്ടിരിക്കുന്നു, ആരും മദ്യപിച്ചു വരരുത് എന്ന് പറയാൻ അധികാരമില്ല നിങ്ങൾക്ക്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുടുംബിനികളുടെ, ഈ രാജ്യത്തെ കുട്ടികളുടെ ഉമ്മമാരുടെ കണ്ണുനീർ ചാലുകൾ സൃഷ്ടിച്ച ഈ കേരളത്തിൽ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടി സമ്മേളനത്തിന് ലഹരി പാടില്ല എന്ന് പറയുന്നു? സ്കൂളുകൾക്കടുത്ത് മദ്യപാനമാകാം, അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ അടുത്ത് മദ്യപാനമാകാം, ഓരോ സ്റ്റോപ്പിലും നിങ്ങൾക്ക് ബിയർ പാർലറുകൾ തുടങ്ങാം. അതേസമയം എന്തുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ പറ്റുകയില്ല? ഞാൻ പറഞ്ഞു വരുന്നത്, ആ അർത്ഥത്തിൽ പെരുമാറ്റച്ചട്ടം കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം അധികാരം കൈയാളുന്ന ആളുകൾ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാടുകളിൽ നിന്ന് പിറകോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിനടിപ്പെട്ട, മയക്കുമരുന്നിനടിപ്പെട്ട, ആർത്തിമൂത്ത സാമ്പത്തിക മോഹങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അത്തരത്തിലല്ല ഫിനാൻസ് കമ്പനികളിലും ചെന്ന് തലയിട്ടുകൊണ്ടിരിക്കുന്ന, അവസാനം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന, ലക്ഷ്യബോധമില്ലാത്ത മുതലാളിത്തത്തിന്റെ പേക്കോലങ്ങളാണ് ആധുനിക സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുമ്പിലാണ് ഒരു പുതിയ യൗവനത്തെ വളർത്തിയെടുക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ ശല്യക്കാരായി മാറുന്നത്, ചുറ്റുപാടും ശല്യം ചെയ്യേണ്ടുന്ന ഒരു ജനവിഭാഗം വളർന്നു വരുന്നത് കൊണ്ടാണ് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയുവാനുണ്ട്, നിങ്ങളുടെ പക്ഷമേത് എന്നത് വളരെ പ്രധാനമാണ്. ആധുനിക കാലഘട്ടത്തിൽ പക്ഷം തീരുമാനിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. നിങ്ങളുടെ പക്ഷമേതാണ്? നിങ്ങൾക്ക് തഴുകി തലോടാൻ കഴിയുന്ന, നിങ്ങളെ ആളുകൾ അംഗീകരിക്കുന്ന, നിങ്ങളുടെ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മുഖ്യധാര പക്ഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. വിമർശനങ്ങളിൽക്കാത്ത ഒരു പക്ഷം, ആ പക്ഷത്ത് നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് പോകാം. രണ്ടാമതൊരു പക്ഷമുണ്ട്, ആ പക്ഷം ഒഴുക്കിനെതിരെ നീന്തുന്ന പക്ഷമാണ്, അനീതിക്കെതിരെ അടങ്ങാത്ത അമർഷമുള്ളവരുടെ പക്ഷമാണ്, അധാർമികതയ്ക്കെതിരെ തീരാത്ത സമരം നിലനിൽക്കുന്ന പക്ഷമാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തെരഞ്ഞെടുത്തിരിക്കുന്ന പക്ഷം അതാണ്. ആ പക്ഷത്ത് ചേരുവാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നാണ് ഈ കാലഘട്ടത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ആധുനിക യുവതയ്ക്ക് മുമ്പിൽ ചോദിക്കുവാനുള്ളത്. അത് വെറുതെ പറയുന്ന വർത്തമാനമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, സോളിഡാരിറ്റിയുടെ പക്ഷം ജനപക്ഷമാണ്, സോളിഡാരിറ്റിയുടെ പക്ഷം നീതിയുടെ പക്ഷമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ ഭരണകൂടത്തിന്റെ എതിരാണോ എന്ന്. ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി മറുചോദ്യം ചോദിക്കുന്നു, ഭരണകൂടം ജനവിരുദ്ധമാണോ എന്ന്. ജനവിരുദ്ധമാണ് ഭരണകൂടമെങ്കിൽ ആ ഭരണകൂടത്തോട് കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ കഴിഞ്ഞ കാലം അധികാരിവർഗത്തോട് കലഹിക്കുന്ന കാലഘട്ടമായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അധികാരിവർഗം ജനപക്ഷത്ത് നിലയുറപ്പിക്കാത്തത് കൊണ്ടാണ് അധികാരിവർഗത്തോട് കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനുണ്ടായത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പക്ഷം തീരുമാനിക്കുമ്പോൾ ആ പക്ഷം തീരുമാനിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നീതിയുടെ പക്ഷം നിലയുറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സോളിഡാരിറ്റി യൂത്ത്